ഇരിട്ടി മേഖലയിലെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ ബീഫിന്റെ വിലവർധനവിന് പരിഹാരം. എല്ലോട് കൂടിയ പോത്തിറച്ചിക്ക് 440 രൂപയായി വർദ്ധിപ്പിച്ചത് 400 രൂപയാക്കി കുറക്കും. ബീഫ് വില വർധനവിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇരിട്ടി മേഖലയിൽ മുഴുവൻ മാംസ വിൽപ്പന കേന്ദ്രങ്ങളിലും 380 രൂപയായിരുന്ന ബീഫിന്റെ വില 440 രൂപയാക്കി ഉയർത്തിയതിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ എല്ലോടുകൂടിയ പോത്തിറച്ചിക്ക് 440 രൂപയായി വർദ്ധിപ്പിച്ചത് 400 രൂപയാക്കി കുറയ്ക്കാനും 400 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ സ്ഥലങ്ങളിൽ 380 രൂപയായും എല്ലോടുകൂടിയ ഇറച്ചിക്ക് 380 രൂപയായി കുറിച്ച് ഏകീകൃത വിൽപ്പന നടത്താനും തീരുമാനമായതായി മീറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് ഉൾപ്പെടെ പോത്തിനെ കൊണ്ടുവന്ന് ലേലം ചെയ്യുന്ന വള്ളിത്തോട് ചന്ത നിന്നുപോയതാണ് മാംസത്തിന്റെ ലഭ്യത കുറവിനും വിലവർധനവിനും കാരണമെന്നാണ് ചെറുകിട വ്യാപാരികൾ പറയുന്നത്. പള്ളിത്തോട്ടിൽ നിന്ന് സാധനം കിട്ടുന്നില്ല. പാലക്കാട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ തമിഴ്നാട് നിന്ന് 1500 കിലോമീറ്റർ ഒക്കെ പാഞ്ഞിട്ടാണ് 5-10 കാര്യം ഓരോരുത്തർ കൊണ്ടിരുന്നത്. അതിന് അതേപോലെ വണ്ടി വാടകയും ചെലവും. ഇവിടെ 10 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ 50 കൂട്ടും. അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇങ്ങനെ വില കൂടുന്നതുകൊണ്ട് അല്ലാണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനോ ആൾക്കാർക്ക് ഇത് വില കുറഞ്ഞ സാധനം വന്നാൽ അതിനനുസരിച്ച് വില കുറച്ച് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് സംഭവം. സാധനം കിട്ടാനില്ല, അതിന് ലഭ്യത. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 ചെറിയ പോത്തും കൂടി ആകെ പിന്നെ ഒരു 70,000 രൂപയുടെ സാധനത്തിന് 1,70,000 ചോദിച്ചു. ഞാൻ പോയി ചോദിച്ചപ്പോൾ നോക്കാൻ വേണ്ടി ചെന്നു. അതാണ് സ്ഥിതി. ബീഫ് വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നതായി ഉപഭോക്താക്കളും പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇത് ഇപ്പം സാധാരണക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബീഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഇപ്പോൾ 440 രൂപയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ സാധാരണക്കാരന് മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള വില വർധനവും വിലകയറ്റവും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കാണുക, ഇതിന് നടപടിയെടുക്കുകയും ചെയ്യണം. യുവജന സംഘടനകളും മീറ്റ് വർക്കേഴ്സ് ഫെഡറേഷൻ നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് വില കുറയ്ക്കാൻ തീരുമാനമായത്. മീറ്റ് വർക്കേഴ്സ് ഫെഡറേഷൻ നേതാക്കളായ VP റഷീദ്, VKC മജീദ്, P മുനീർ, ഡിവൈഎഫ്ഐ നേതാക്കളായ KG ദിലീപ്, സിദ്ധാർത്ഥ് ദാസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുമേഷ് കുമാർ, ഷാനിദ് പുന്നാട തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യാവൂർ.